നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 27-ാം തീയതി 1199 ആണ്ട് കർക്കിടക മാസം 12-ാം തീയതി ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം നല്ല നക്ഷത്രമാണ്. രേവതിക്ക് മുകളിൽ നക്ഷത്രമില്ല. അപ്പോൾ ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് രേവതി. അതുപോലെ നക്ഷത്രം കൊള്ളാമെങ്കിലും ഇന്നത്തെ ദിവസം അത്ര അനുകൂലപ്രദമായിട്ട് ഉള്ള ദിവസമല്ല ശനിയാഴ്ച. ശനി മന്ദത കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. സാമ്പത്തിക നഷ്ടവും കാര്യതടസ്സവും അലച്ചിലും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന ദിവസം തന്നെയാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള കർക്കിടക മാസത്തിലെ രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിക്കണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. പൊതുവേ നിങ്ങൾക്ക് രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴാണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ശനിയുടെ ദിവസവും തന്നെ വരിയും കൂടി ചെയ്തതുകൊണ്ട് കൂടുതൽ കഷ്ടതയുണ്ടാക്കും. അപകടങ്ങൾ, സാമ്പത്തിക നഷ്ടം, രോഗായു ദുരിതങ്ങൾ, ശത്രുക്കളുടെ എണ്ണം കൂടും, എല്ലാ കാര്യങ്ങൾക്കും വിഘ്നം, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ പ്രീതിപ്പെടുത്തി ശനിയെ പ്രീതിപ്പെടുത്തി പോകണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനി വ്രതം നോക്കണം, ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും നമുക്ക് പുരോഗതിയെ പ്രദാനം ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് ഈ പ്രീതി വരുത്തി പൊക്കോളണം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശനി നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ചായിരിക്കുന്ന ഓരോ കാര്യത്തിന് പോവേണ്ട. പോകുമ്പോൾ നമുക്ക് രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. 9:24 തൊട്ട് 10:58 വരെയാണ് രാവുകാല സമയം. ഇപ്പോൾ രാവുകാല സമയം 9:24 തൊട്ട് 10:58 വരെ രാവുകാല സമയം. അതുപോലെ ഗുളികകാല സമയം പറഞ്ഞത് 6:17 തൊട്ട് 7:51 വരെ ഗുളികനും. യമകണ്ഠ കാല സമയം വരുന്നത് 2:04 തൊട്ട് 3:38 വരെ യമകണ്ഠനും. അപ്പോൾ രാഹുവിൻ്റെ സമയം യാത്രയ്ക്ക് പാടില്ല. ഗുളികന് യമകണ്ഠനെ ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കണ്ട. അതുപോലെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന സമയം വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:07 തൊട്ട് 12:55 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾ ചെയ്താലും അത് ഫലവത്തായിത്തീരും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. നല്ല നമുക്കിടുമ്പോൾ നീലയോ കറുപ്പോ കലർന്ന വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. ഇപ്പോൾ കറുപ്പ് വസ്ത്രവും നീല വസ്ത്രവും ധരിച്ച് പോകുന്നത് ഭാഗ്യദായകമായി തീരും. അതേപോലെ അല്ലെങ്കിൽ കറുത്ത കർച്ചീപ്പെങ്കിലും നീലയോ കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക. പൊട്ടിടുന്നവരാണെങ്കിൽ കറുത്ത പൊട്ട് നെറ്റിയിൽ പൊട്ടിടുക. ഇതൊക്കെ ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.